നമസ്കാരം. പൊളിറ്റിക്കൽ ന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിലവിലെ വൈസ് പ്രസിഡന്റും ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയുമായ കമല ഹാരിസ് മുന്നേറുന്നതായി റിപ്പോർട്ട്. അരിസോണ, മിഷിഗൺ, പെൻസിൽവാനിയ തുടങ്ങിയ പ്രധാനപ്പെട്ട പോരാട്ടങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ കമല ഹാരിസിന് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനേക്കാൾ ലീഡ് ചെയ്യുന്നുവെന്നാണ് ഏറ്റവും അവസാനമായി പുറത്തുവന്ന ചില സർവേ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. യുമാസ് ലോവൽ സെന്റർ ഫോർ പബ്ലിക് ഒപ്പീനിയനും യു ഗവൺമെന്റും പുറത്തുവിട്ട പുതിയ സർവേ റിപ്പോർട്ട് പ്രകാരം ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥി മിഷിഗണിൽ മുൻ പ്രസിഡന്റ് ട്രംപിനേക്കാൾ നേരിയ തോതിലെങ്കിലും ലീഡ് ചെയ്യുകയാണ്. ഗ്രേറ്റ് ലേക്ക് സ്റ്റേറ്റിലും ട്രംപിനെതിരെ 48% പിന്തുണ കമല ഹാരിസിനുണ്ട്. ട്രംപിന് ഇവിടെ 43% പിന്തുണയാണ് ഉള്ളതെന്നും സർവേ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഒരു സ്വിംഗ് സ്റ്റേറ്റിൽ ഈ മാർജിനിൽ മുന്നേറാൻ സാധിക്കുന്നത് വൈസ് പ്രസിഡന്റിന്റെ പ്രചരണത്തിന് മികച്ചൊരു വാർത്തയാണ് എന്ന് യുമാസ് ലോവൽ പൊളിറ്റിക്കൽ സയൻസ് അസിസ്റ്റന്റ് പ്രൊഫസറും സെന്റർ ഫോർ പബ്ലിക് ഒപ്പീനിയൻ അസോസിയേറ്റ് ഡയറക്ടറുമായ റോഡിഗ്രോ കാസ്ട്രോ അഭിപ്രായപ്പെടുന്നു. ഈ മാർജിനിൽ മറികടക്കണമെങ്കിൽ ട്രംപിന് മികച്ച പോരാട്ടം തന്നെ നടത്തേണ്ടി വരും. പെൻസിൽവാനിയയിൽ ട്രംപിന് 46% പേരുടെ പിന്തുണയാണ് ലഭിച്ചതെങ്കിൽ 48% പേരാണ് കമല ഹാരിസിനെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നത്. പെൻസിൽവാനിയയിൽ വളരെ ശക്തമായ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിൽ വരും ആഴ്ചകൾ രണ്ട് സ്ഥാനാർത്ഥികൾക്കും ഏറെ പ്രധാനമാണ് എന്നതും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യുമെന്ന് ഇപ്പോഴും തീരുമാനിക്കാത്ത വോട്ടർമാർ ഉണ്ട്. ഇവരെ സ്വാധീനിക്കലും അവരെ വോട്ടെടുപ്പ് കേന്ദ്രത്തിൽ എത്തിക്കലുമാണ് പ്രധാനം. അതിനുവേണ്ടി ഓരോ സ്ഥാനാർത്ഥികളും എന്തൊക്കെ പ്രചരണ തന്ത്രങ്ങൾ പുറത്തെടുക്കുമെന്നാണ് നോക്കിക്കാണേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫോക്കസ് ന്യൂസിന്റെ പുതിയ വോട്ടെടുപ്പ് പ്രകാരം ജോർജിയയിൽ ഹാരിസിന് ട്രംപിനേക്കാൾ നേരിയ മുൻതൂക്കമുണ്ടെങ്കിലും അരിസോണയിൽ പിന്നിലാണ്. ജോർജിയയിൽ ഹാരിസിന് 51% വോട്ടും ട്രംപിന്റെ 48% വോട്ടിന്റെയും പിന്തുണയാണുള്ളത്. എന്നാൽ ഫോക്കസ് ന്യൂസ് പോൾ പ്രകാരം അരിസോണയിൽ ട്രംപിന് സമാനമായ മാർജിനിൽ ഹാരിസിനെ മറികടക്കുന്നുണ്ട്. ഹാരിസിന്റെ 48%-നെതിരെ 51% പേരുടെ പിന്തുണ മുൻ പ്രസിഡന്റിനുണ്ട്. അതേസമയം ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ കമല ഹാരിസിനേക്കാൾ നേരിയ മുൻതൂക്കം ഡൊണാൾഡ് ട്രംപിനാണ് എന്നത് എടുത്തു പറയേണ്ടതുണ്ട്. 2% അധിക മുൻതൂക്കമാണ് അദ്ദേഹത്തിനുള്ളത്. എന്നാൽ പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ മുന്നേറാൻ സാധിക്കുന്നത് കമല ഹാരിസിന്റെ സാധ്യതകളും വർദ്ധിപ്പിക്കുന്നുണ്ട്.